ഹലോ ഓൾ, എഞ്ചിനീയറിംഗ് പേസിലെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിതിൻ സാർ, എൻ്റെ കൂടെ പ്രിൻസി സാറുമുണ്ട്. നമ്മൾ ഇന്നൊരു ബിഗ് അനൗൺസ്മെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ കുറച്ച് മാസങ്ങളായിട്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് 1ാം റാങ്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ 1ാം റാങ്കിന്റെ അവസരം വന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കുട്ടികൾ പല എക്സാമുകൾക്കായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാറേ, ഇപ്പോൾ ഉള്ള കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോണിക്സ് കാരണം വെച്ച് നോക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ വർഷം തന്നെ നമുക്ക് 3 എക്സാമാണ് വരുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാം വരുന്നുണ്ട്, ലെക്ചറിങ് പോളി വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ലെക്ചറിങ് പോളിയുടെ കോഴ്സ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി രണ്ടിനും കോഴ്സുകൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടായിരുന്നു? യഥാർത്ഥത്തിൽ പറഞ്ഞാല് എല്ലാ കോഴ്സുകളോട് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതിനാണ് ഒരു ഫോക്കസ് ഇല്ലാതെ അങ്ങനെ പോകണ്ട, എല്ലാം കൃത്യമായിട്ട് തന്നെ പോകാൻ വേണ്ടിയാണ് ലെക്ചറിങ് പോളി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പോഴത്തെ എക്സാമിന്റെ ഒരു അടുത്ത് വരുന്നതാണ് നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ. അപ്പൊ അതിന് ഒത്തിരി പേര് വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കായിട്ട് ഈ 1ാം റാങ്കിന് വേണ്ടി എന്താ ചെയ്യുന്നുള്ള രീതിയിൽ ചോദ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിലബസുകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. സിലബസുകളിൽ ഓൾമോസ്റ്റ് കുറെ പോർഷൻസ് സെയിം തന്നെ, ഒരു 90% നമുക്ക് സെയിം എന്ന് പറയാം സാർ. അപ്പോ എല്ലാത്തിനും വേണ്ടി സെപ്പറേറ്റ് കോഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് തുടങ്ങേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ വരുന്ന മൊഡ്യൂൾസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, പിന്നെ എന്തിനു നമ്മളിപ്പോ തുടങ്ങി? യഥാർത്ഥത്തിൽ പറഞ്ഞാല് ഈ പറഞ്ഞു വന്ന നമ്മളുടെ ചോദ്യം ഇപ്പൊ കുട്ടികളായിട്ട് തന്നെ ചോദിച്ചത്, രണ്ടിനും ജോയിൻ ചെയ്തവരുണ്ട്, പിന്നെ ലെക്ചറിംഗ് പോളിക്ക് ജോയിൻ ചെയ്തവർക്ക് തന്നെ ഈ അസിസ്റ്റന്റിന് എഴുതിയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പൊ ഇതൊരു റാങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഫോക്കസ്ഡ് ആയിട്ട് ഒരു 100 അവേഴ്സ്, ഒരു 150-200 അവേഴ്സ് നമുക്ക് കിട്ടണം ഈ പറഞ്ഞ അസിസ്റ്റന്റ് എഞ്ചിനീയറിന് വേണ്ടി. പിന്നെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് തിയറി, ഇപ്പോഴത്തെ സിലബസ് വെച്ചിട്ട് നെറ്റ്വർക്ക് തിയറി, നമ്മുടെ കൺട്രോൾ സിസ്റ്റം, സിഗ്നൽസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സുകൾ ഇല്ല നമ്മുടെ ലെക്ചറിംഗ് പോളിക്കകത്ത്. അപ്പൊ അത് ഇപ്പം ബേസിക്കലി ആവശ്യം വരുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നെറ്റ്വർക്ക് തിയറി ഈ പറഞ്ഞ ലെക്ചറിംഗ് പോളിക്കാർക്ക് കൂടി വേണ്ടി. കാരണം അനലോഗ് ഇലക്ട്രോണിക്സ് പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ പലർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല, നെറ്റ്വർക്ക് തിയറിയുടെ ആദ്യത്തെ പോർഷൻസ് കിട്ടുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ഈ KCL KVL വരെയുള്ള പോർഷൻസ്. അപ്പൊ ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ആകാൻ പോകുന്നുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷന് മുന്നേ നമ്മൾ സിഗ്നൽസ് പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാം വരുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു ഡിസിഷനിലോട്ട് എത്തി. നേരത്തെ തന്നെ നമ്മുടെ ഈ പറഞ്ഞു വന്ന എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ കോഴ്സുകൂടെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോ അത് മാത്രമല്ല, നമ്മുടെ സിലബസിനെ കുറിച്ച് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ നേരത്തെ ഒന്നും സിലബസുകൾ വന്നിട്ടില്ല. സിലബസുകൾ ഇനി വരാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കുട്ടികൾക്ക് റാങ്ക് നഷ്ടപ്പെടുക അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വരരുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് കുറച്ചും കൂടി മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുമുള്ളത്. അപ്പോ എന്റെ ഒരു ചോദ്യം, ലെക്ചറിംഗ് പോളി സാർ പറഞ്ഞ പോലെ ഒരുപാട് പേരുകൾ ഇതേപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറും എഴുതാനുള്ള കുട്ടികൾ നമ്മുടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇനിയിപ്പോ രണ്ടിലും ജോയിൻ ചെയ്യേണ്ട അവസ്ഥയാണോ? ഇപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാല് നമ്മുടെ ലെക്ചറിംഗ് പോളിടെക്നിക്കിന് ജോയിൻ ചെയ്തവർക്കെല്ലാം തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ കോഴ്സ് ഫ്രീ ആയിട്ട് തന്നെ ഉണ്ടാവും. അവര് ഈ പറഞ്ഞ നമ്മുടെ ഒത്തിരി കുട്ടികൾ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ എക്സാംസ് ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാർ ഈ എക്സാം എഴുതുന്നുണ്ട്. അപ്പൊ അവർക്കായിട്ട് ഇനി സെപ്പറേറ്റ് കോഴ്സോ അല്ലെങ്കിൽ ഫീസോ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഈ ക്ലാസ്സസ് ആക്സസ് ചെയ്യാവുന്നതാണ്. രണ്ടാമതുള്ള ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ, ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറിന് ജോയിൻ ചെയ്തവരുടെ കുട്ടികൾ, ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോയിൻ ചെയ്ത കുട്ടികളുടെയും കേസിൽ ഒരു കാര്യം പറയാം, അവരുടെ ക്ലാസ്സസ് ഫിനിഷ് ആകുന്നതിന്റെ കൂടെ തന്നെ എന്നാണോ അവരുടെ അനൗൺസ്മെന്റ് വരുന്നത് ആ ഡേ തൊട്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ലൈവ് ക്ലാസ്സസ് അവർക്ക് വേണ്ടിയുള്ള കോഴ്സസ് സ്റ്റാർട്ട് ആവും. അതിനുശേഷം എന്നാണോ അവരുടെ എക്സാം ഫിനിഷ് ആകുന്നത് അതിനുശേഷം അവർക്ക് ലെക്ചറിംഗ് പോളി കണ്ടിന്യൂ ആവുന്നതാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലെക്ചറിംഗ് പോളിയിൽ കൊടുത്ത് നമ്മള് കിട്ടാവുന്നതിൽ ഏറ്റവും അടിപൊളിയായിട്ടാണ് നമ്മൾ ക്ലാസ്സസ് മൊത്തം ഡിസൈൻ ചെയ്തത്. അപ്പൊ ഈ സെയിം മോഡൽ തന്നെയല്ലേ നമ്മുടെ ക്ലാസ്? ഉറപ്പായിട്ടും നമ്മൾ ഒരു റിസൾട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സസ് തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഈ പറയുന്ന കൂടുതലും ലെക്ചറിംഗ് പോളിടെക്നിക്കിലൊക്കെ ജോയിൻ ചെയ്തവർ എന്നാ പറയുന്നത് ജോലിയുള്ളവരാണ്, അല്ലെങ്കിൽ ഹൗസ് വൈഫാണ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫാമിലി ഉള്ളവരാണ്. അപ്പൊ ഇവർക്കെല്ലാം വേണ്ടിയാണ് ഈവനിങ് ക്ലാസ് വെച്ചേക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയറിന് ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ഈവനിങ് കൊണ്ട് ക്ലാസ് വെക്കാൻ പറ്റില്ല. കാരണം ഈവനെ വി വിൽ ഗെറ്റ് ഒരു 3 month മാക്സിമം ഉണ്ടാവുള്ളൂ. ആ 3 month കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കോഴ്സസ് എൻറ്റയർലി ഫിനിഷ് ചെയ്യണം. അവർക്ക് മോക്ക് എക്സാംസ് ഇടണം. അങ്ങനെ അവർക്ക് വേണ്ടി ഇനി പ്രത്യേകമായിട്ട് വീക്കിലി എക്സാംസ് ഇടുന്നുണ്ട്. ഒരു 500 അല്ലെ 5000 ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും ഓരോ സബ്ജക്റ്റിനും 500 വെച്ച് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അറൌണ്ട് 5000 മിനിമം ഉണ്ടാവും ക്വസ്റ്റ്യൻസ് തന്നെ. അത് ഇപ്പം ലെക്ചറിംഗ് പോളി ചെയ്യുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 60-70% ക്ലാസ് തന്നെ സോൾവ് ചെയ്യുന്നുണ്ട്. ബാക്കി ഒരു 40% പരീക്ഷയായിട്ടാണ് ഇടുന്നത്. അപ്പൊ ചോദ്യം എന്താ ചോദിച്ചാല്, ഇപ്പോൾ കുറച്ച് കുട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട് അത് 100% ആക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗിലൂടെ ചെയ്യേണ്ടി വന്നാൽ
ഒബ്വിയസ്ലി നമുക്ക് സമയം വേണം. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡേ ടൈമിലായിരിക്കും. അപ്പൊ അത് യു ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് തിങ്സ്. കാരണം നമ്മൾ അവസാനം ഒരു സമയത്ത് ഒരു വലിയ റാങ്കിന് വേണ്ടി പോകുന്ന സമയത്ത് വി ഹാവ് ടു പ്രിപ്പയർ വെരി വെൽ. അതിനൊരു സമയം കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു 10 മണി തൊട്ട് 1 മണി വരെ എല്ലാ ദിവസവും ഒരു 3 മാസം ഒരു ഒരു ക്രാഷ് ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്ത് റിസൾട്ടിന് വേണ്ടിയുള്ള ഓറിയന്റേഷന് 1ാം റാങ്കിന് വേണ്ടി പോകാനായിട്ട് സാധിക്കുന്നു വിശ്വസിക്കുന്നു. അല്ല, അതെന്തുകൊണ്ട് പറഞ്ഞതെല്ലാം ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ എക്സാമിന് ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 1 മാസം മുമ്പ് കൊണ്ട് ജസ്റ്റ് ക്രാഷ് കോഴ്സ് കൊണ്ട് സത്യം പറഞ്ഞ യാതൊരു ഉപകാരവും ഇല്ല. നമുക്ക് റിസൾട്ട് വേണമെന്ന് വെച്ചാൽ ഇപ്പൊ കിട്ടിയ ഈ 3 മാസം നമുക്ക് എത്ര നല്ല രീതിയിൽ വിനിയോഗിക്കാം എന്ന് തന്നെയാണ് നോക്കേണ്ടത്. ലെക്ചറിംഗ് ബോഡി നമ്മൾ പ്രൊവൈഡ് ചെയ്യണ പോലെ തന്നെ കംപ്ലീറ്റ് ഗേറ്റ് ലെവൽ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ലൈവ് ക്ലാസ്സസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി എക്സാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു സുവർണ അവസരമാണ്. അപ്പൊ നിങ്ങളിത് മര്യാദയ്ക്ക് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് 1ാം റാങ്ക് നമുക്ക് തന്നെ വാങ്ങിക്കാം. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് വിളിക്കുക. നമ്മുടെ നമ്പർ എല്ലാവർക്കും അറിയാം, 8848664002. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ക്ലാസ്സസ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ആശംസകൾ. ഈ പറഞ്ഞു വന്ന ഈ വരുന്ന എക്സാംസുകൾക്ക് 1ാം റാങ്ക് തന്നെ എല്ലാവർക്കും ആശംസിക്കുന്നു. എനിവേ പ്രിപ്പറേഷൻ നല്ലപോലെ തന്നെ പോകട്ടെ. പ്രത്യേകിച്ച് ഞാൻ പറയാലോ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ പരീക്ഷ സീറ്റ്സ് കുറവാണെന്ന് നമുക്കറിയാം. എന്നാലും ഞാൻ പറയാലോ, നമ്മൾ 1ാം റാങ്കിന് വേണ്ടി തന്നെ ശ്രമിക്കുക. നമ്മൾ അതിനുവേണ്ടി തന്നെ സ്ട്രൈവ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അകത്ത് കയറാവുന്നേ ഉള്ളൂ. അപ്പൊ എനിവേ എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് പ്രിപ്പറേഷൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.